ഇടുക്കിയിലും മഴ ശക്തമാകുന്നു. ഇന്നലെ മുതലാണ് ഇടവിട്ട് മഴയും കാറ്റും ശക്തമായത്. മാങ്കുളം പാമ്പുംകയത്ത് കലുങ്കിടിഞ്ഞുപോയി. പാമ്പുംകയം ഗ്രാമം ഒറ്റപ്പെട്ടു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തോട്ടം ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? ഈ കലുങ്ക് പൊട്ടിയ സാഹചര്യമൊക്കെ എന്താണ്? പ്രതിസന്ധിയിലാണോ ആളുകൾ? റോഷ്നി, ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമായി വരികയാണ്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് ലോ റേഞ്ചിലാണെങ്കിലും ഹൈ റേഞ്ചിലുമാണെങ്കിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു സംഭവം വന്നത് ഇടുക്കി മാങ്കുളത്ത് നിന്നുമാണ്. പാമ്പുംകയത്താണ് കലുങ്ക് ഇടിഞ്ഞു പോയിട്ടുള്ളത്. പാമ്പുംകയം താലുംഘട്ടം വഴിയുള്ള യാത്ര ഇതോടെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പാമ്പുംകയം ഗ്രാമം ഒറ്റപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റോഡിന്റെ കലുങ്ക് തന്നെ ഇടിഞ്ഞു പോവുകയായിരുന്നു. ദൃശ്യങ്ങൾ അത് കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അവിടുത്തെ താൽക്കാലികമായി പാമ്പുംകയം ഗ്രാമം ഒറ്റപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഉപ്പുതറയിലാണ്. അതായത് മുല്ലപ്പെരിയാറിന്റെ താഴ്ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായി തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ ഒഴുക്കുണ്ട് എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തൊട്ടപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ വീടുകൾക്ക് തൊട്ട് താഴെ വരെ ജലനിരപ്പ് ഉയർന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും കാര്യമായി തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ ശക്തമായതോടെ അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി കൂടി വീണ്ടും ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തോട്ടം മേഖലയിലൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും ശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ, തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെ ജോലി ചെയ്യണം. മരം വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ മാറി ജോലി ചെയ്യണമെന്ന കാര്യങ്ങൾ കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴയാണ് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ടുമാണ് റോഷ്നി.